നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക, നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാനായിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയും പോസിറ്റീവായിട്ടൊരു ഫീൽ നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. പിന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നത്. പിന്നെ ഈ ഒരു റീഡിങ്സിൽ ഈ ഡിവൈൻ മെസ്സേജിൽ നിങ്ങൾക്ക് ഈ ഡിവൈൻ മെസ്സേജ് ഡിവൈൻ നൽകി എന്നതിൻ്റെ ആ ഒരു നന്ദിയായിട്ട് നിങ്ങളൊരു ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ എങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തി ഓരോ റീഡിങ്സുകളും കണക്ട് ചെയ്ത് കടന്നു പോകുക. അതായത് നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരാകുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതം പോസിറ്റീവായി തീരുകയും നിങ്ങളിലേക്ക് പോസിറ്റീവാകുന്ന കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ താങ്ക് യു യൂണിവേഴ്സ് എന്നും താങ്ക് യു ഏഞ്ചൽസ് എന്നെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. വരാഹി ദേവിയുടെ മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി കർമ്മ, അതായത് നിങ്ങളെ മറ്റുള്ളവർ സാമ്പത്തികപരമായിട്ട് ചീറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും സാമ്പത്തിക ബ്ലോക്കേജ് ഉണ്ടെങ്കിലും കർമ്മ പാസ്റ്റ് ലൈഫ് കർമ്മ മണിയെ സംബന്ധിച്ചുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളിൽ നിന്നും പോയി പൂർണ്ണമായിട്ടും ഒരു പോസിറ്റീവിലേക്ക് മാറാനും സാമ്പത്തികം നിങ്ങളിലേക്ക് ഒഴുകി വരാനും കാരണമാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും മണി അഫർമേഷൻസ് നിങ്ങൾ ചൊല്ലിയിരിക്കണം. സാമ്പത്തിക ഭദ്രത നിങ്ങളിൽ വന്നാൽ ബാലൻസ് എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. റിലേഷൻഷിപ്പുകളിലും മറ്റു സിറ്റുവേഷൻസുകളിലും നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അഫർമേഷൻ മണി അഫർമേഷൻ നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്ത് കടക്കും. അത് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുമ്പോൾ മറ്റ് നെഗറ്റീവ് എനർജികളെയും നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യേണ്ടാത്ത പല കാര്യങ്ങളെയും ഡിവൈൻ തന്നെ എടുത്തു മാറ്റും. സാമ്പത്തികത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് അത്രത്തോളം പ്രഷ്യസ് ആണ് എന്ന് മനസ്സിലാകുക. പണം നിങ്ങളിലേക്ക് ഒഴുകുമ്പോൾ പണം നിങ്ങളിലേക്ക് വരുമ്പം മറ്റ് നെഗറ്റീവാകുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുമെന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് ഒരു ദൈവീക അനുഗ്രഹത്തിൻ്റെ ഈശ്വരൻ്റെ പ്രസൻസ് നിങ്ങളിലുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എപ്പോഴും ഹാപ്പിനെസ്സോടുകൂടി എല്ലാ സിറ്റുവേഷൻസിനെയും കാണുക. മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയെയും മറ്റുള്ളവരുടെ ലൈഫ് സിറ്റുവേഷൻസിനെയും ഒരിക്കലും ഫോളോ ചെയ്യാതെ എപ്പോഴും നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി വ്യത്യസ്തനാണ്. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ജീവിക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നതിനെ തിരിച്ചറിയാനും അതിനോടനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുക. ജീവിതം സുരക്ഷിതമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ മൂൺ എനർജിയാണ് കേട്ടോ. അതായത് ഒരു ഭയം ആശങ്കയും ഒക്കെ പിടിപെടുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പോസിറ്റീവ് ഉണ്ട്. ഒരുപാട് ദൈവീകപരമാകുന്ന കാര്യങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ. അതായത് ഇച്ചിരി ഈശ്വര വിശ്വാസം കൂടുതലായി പോയോ എന്ന് തോന്നിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്ത് നിങ്ങളിൽ എപ്പോഴും നിൽക്കുന്നുണ്ട്. കുറച്ച് ദിവസം സന്തോഷമാണെങ്കിൽ കുറച്ച് ദിവസം നിങ്ങൾക്ക് ദുഃഖമായിരിക്കും. നല്ലതായിട്ട് നിൽക്കുന്ന വ്യക്തികളോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം ചീത്തയായിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി നൽകുന്ന വ്യക്തികളുടെ പ്രസൻസും നിങ്ങളെ കണക്ട് ചെയ്യും. എപ്പോഴും നിങ്ങളൊരു ട്രാപ്പ്ഡ് എനർജിയിലാണ് കേട്ടോ. ഫീലിങ്സ് എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രാപ്പിലായിരിക്കും. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റാരുടെയെങ്കിലും ഒരു പ്രസൻസ് കൂടി കണക്ട് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യത്തെ നേരിടാനും ഒറ്റയ്ക്ക് പൂർണ്ണതയിൽ എത്തിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മളൊരു സെൽഫായിട്ടുള്ളൊരു അതായത് ഒരു സ്വയം പര്യാപ്തത എന്ന എനർജിയിലേക്ക് വരുന്നത്. അതേസമയം മറ്റുള്ളവരെയും കൂടി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രസൻസ് കൂടി ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തേണ്ടി വരിക, അതെല്ലാം എപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ട്രാപ്പ്ഡ് എനർജി ഫീലിങ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് പോസിറ്റീവ്
പോസിറ്റിവിറ്റി ഉണ്ടെങ്കിലും ആ പോസിറ്റീവിനെ മറച്ച് കളയുന്ന ചില നെഗറ്റീവ് വശങ്ങളൂടി നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ചിന്തകളിലോ നിങ്ങളുടെ പ്രവർത്തികളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മ ബേസിലോ ഒരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ ബേസിലോ നിങ്ങളിൽ എപ്പോഴും ഉണ്ട് എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ മറ്റൊരു ശക്തി, മറ്റൊരു സിറ്റുവേഷൻസ്, മറ്റൊരു വ്യക്തി കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയിൽ നിൽക്കുന്ന ആളുകളുടെ സിറ്റുവേഷൻസാണ് ദ മൂൺ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡുകളൊക്കെ ഉണ്ടല്ലോ, മാർച്ച് മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നവംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അസ്ട്രോളജിക്കൽ സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ബർത്ത് ഇതിൽ ജനിച്ച വ്യക്തികളായിരിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്ന നിങ്ങൾക്ക് സംബന്ധിച്ച് ഒന്നുകിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും വിട്ടുപോകണം, ചിലതിനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയണം. എനിക്ക് തോന്നുന്നു ഇമോഷണൽ പരമായിട്ടാവാം നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അവർ നിങ്ങളെ ശരിക്കും കുരങ്ങ് കളിപ്പിക്കുന്ന, നിങ്ങളെ ഇട്ട് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അതായത് നിങ്ങളോട് ആ ഒരു വ്യക്തി സഹകരിക്കുന്ന പോലെ കണക്ട് ചെയ്താലും നിങ്ങളെ ആ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഏത് എനർജി ആയാലും, അത് കരിയർ ബേസ് ആണെങ്കിലും ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ബേസ് ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും മറ്റൊരു വ്യക്തിയുടെ കൺട്രോളിങ്ങിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന ഫിനാൻഷ്യൽ ലോസും മൈൻഡ് അതായത് ഒരു മോശമായൊരു സിറ്റുവേഷൻസും എപ്പോഴും നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത, എപ്പോഴും ഒരു വിരക്തി എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ, അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്ന സിറ്റുവേഷൻസാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ട്രാപ്പിലാണ്, നിങ്ങൾ ചെയ്യുന്നതൊന്നും പൂർണ്ണതയിൽ എത്തുന്നില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഇന്ന് നിങ്ങൾക്ക് വരികയും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ദ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. മിഥ്യാധാരണയിൽപ്പെട്ട്, അതായത് ഓപ്പർച്യൂണിറ്റീസുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിൽ സ്വപ്നങ്ങളായിട്ട്. സാമ്പത്തിക ഭദ്രത, കരിയർ, വീട്, വാഹനം, അതുപോലെ തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ, മറ്റെല്ലാവരുടെ മുന്നിൽ ഉയർന്ന സിറ്റുവേഷൻസിൽ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു വെല്ലുവിളി നിങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളെ ഒന്ന് മാനേജിങ് ചെയ്യേണ്ടതാകുന്ന ആവശ്യം നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും കാണുന്നുണ്ട്. രാഹുർ ദോഷം വളരെ ശക്തമായിട്ട് അനുഭവിക്കുന്നത്, അതായത് ഒന്നും ഒരു ക്ലിയറൻസ് ഇല്ല, എല്ലാം ഒരു മായാ എനർജി പോലെ ഒന്നും വരുന്നുണ്ട്, പക്ഷെ അത് വരുന്നതൊന്നും നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല, ഒരു വെല്ലുവിളി പോലെയാണ്. കയ്യിൽ വന്നിട്ട് അല്ലെങ്കിൽ അടുത്ത് തന്നെ കിട്ടിയിട്ട് കയ്യിൽ നിന്ന് തട്ടിപ്പോകുന്ന, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. ദ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ എനർജി, നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയ കാര്യങ്ങളെക്കുറിച്ചും അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നൽകുന്ന ഗൈഡൻസ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും വരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്നു കൂടി നമുക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും മറ്റൊരു സിറ്റുവേഷൻസിൽ നിങ്ങളെ കാണാതെ നിങ്ങൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾ പെട്ട് നിൽക്കാതെ നിങ്ങളൊരു ഇച്ചിരി ഒരു പൂർണ്ണതയിലേക്ക് കുറച്ചൊന്ന് മാറി ചിന്തിക്കുക എന്ന് കാണുന്നുണ്ട്. ഇതിനകത്ത് ടീച്ചിങ് ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ടീച്ചിങ് ഫീൽഡ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഹീലിംഗ് പ്രോസസ്സിലൊക്കെ ഏർപ്പെടാറുള്ള വ്യക്തികളാവാം. അതല്ല എങ്കിൽ കുറച്ച് ദൈവീകപരമാകുന്ന മതപരമാകുന്ന കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന വ്യക്തികളാവാം. അങ്ങനെയുള്ളവരുടെ മുമ്പിലാണ് ഈ ഒരു രാഹുർ ദോഷത്തിൻ്റെ പ്രശ്നവും പ്ലസ് നിങ്ങൾക്കിടയിൽ മായാവലയം പോലെ, അതായത് നിങ്ങൾക്ക് കൈയെത്തുന്ന ദൂരത്ത് വന്ന് നിന്നിട്ട് നഷ്ടപ്പെടുന്ന ചില സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഒരു പാഷൻ എനർജികളുടെ അല്ലെങ്കിൽ ഒരു ജീവിത വിജയത്തിൻ്റെയൊക്കെ ഭാഗങ്ങളെ കാണിക്കുന്നത്.
വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളവിടെ വളരെയധികം പോസിറ്റീവായിട്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം. ഒരു ഇമോഷണൽ ബാലൻസും വേണം കേട്ടോ. അതായത് ഇമോഷൻസിനെ നിങ്ങളൊന്ന് കടിഞ്ഞാണിടേണ്ട സമയവുമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തിലേക്ക് നമ്മൾ ആ ഒരു എനർജിയെ കണക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ചില ഗൈഡൻസുകൾ ലഭിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾക്ക് പരിഹാരമുണ്ട്. നിങ്ങളുടെ ഒരു തടസ്സം മാറാൻ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികളുടെ ആ ഒരു തടസ്സം, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യത്തെ നിങ്ങൾക്കൊരിക്കലും പ്രായോഗികമാക്കി എടുക്കാൻ പറ്റാത്ത ആ ഒരു തടസ്സം മാറാൻ വേണ്ടിയിട്ട് ദുർഗാദേവി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ നിങ്ങൾ വഴിപാട് കാര്യങ്ങൾ കഴിക്കുന്നതും നല്ലതാണ്. ദേവീ ഭജനം, മാതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുഖ്യം കൊടുക്കുക എന്നാണ് കാണുന്നത്. ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിലാണ് ഇതിനകത്ത് മാറ്റം വരുത്തേണ്ടതെന്ന് കൂടി കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന, അതായത് നിങ്ങൾ പുറത്ത് പറയാതെ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു ഇമോഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പറയേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, അതല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഒരു പ്രോബ്ലംസ്, ഇമോഷണൽ പരമാകുന്ന ഒരു എനർജിയെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വിധി ചേഞ്ചിങ് ആവുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു മോശം സിറ്റുവേഷൻസിലൂടെയാണ് ഇമോഷണൽ പരമാകുന്ന ബന്ധത്തെ, നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് പോയതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. ഒരു ബാഡ് സിറ്റുവേഷൻസും ബാഡ് ടോക്കിംഗ് എനർജിയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. റിലേഷനെ ബേസ് ചെയ്താണ് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അടക്കി വെച്ചിരുന്ന ചില വികാരങ്ങളെ പുറത്തെടുക്കുന്ന ദിവസമാണ് നിങ്ങളുടെ പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതൊരു നെഗറ്റീവാണ്, ഒരു പവർ ലോസിങ് ആണ് സംഭവിക്കുന്നത്. നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ പുറത്ത് നിങ്ങൾ ഇമോഷണലി ഒന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ലൈഫിലേക്ക് പിന്നെ മുന്നോട്ടേക്ക് ഒരു സെൽഫ് ലവ്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഒരു റെസ്പെക്റ്റിന് കാരണമാകുന്നു എന്നുകൂടി കാണുന്നുണ്ട്. അതുപോലെ സിക്സ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പാസ്റ്റിലെ ചില കാര്യങ്ങളെ, പാസ്റ്റിൽ ചില വ്യക്തിബന്ധങ്ങളിലൊക്കെ വിള്ളൽ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമായിട്ടൊക്കെ ഒരു അകൽച്ച ഉണ്ടായിട്ടൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതൊരു കൂടിച്ചേരലിന് ബാലൻസ് ചെയ്യാൻ, പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റുന്നുണ്ട്. ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകൾ മാറി നിങ്ങൾക്കൊരു റീയൂണിയൻ എനർജി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. മതിമറന്ന ഒരു സന്തോഷം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി എഫോർട്ട് എടുക്കേണ്ടി വന്ന സിറ്റുവേഷൻസ് ആവാം. കഴിഞ്ഞു പോയ ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പൂർണ്ണത, പുതിയ ഒരു സാഹചര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. കരിയർ ബേസിൽ നിങ്ങൾക്ക് ഇപ്പം നഷ്ടപ്പെട്ടു പോയതാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാഷൻ, കുറേ കാലങ്ങൾ കൊണ്ടുണ്ടായിരുന്നൊരു പാഷൻ എനർജി ആവാം. നിങ്ങൾക്ക് മുമ്പിൽ ബ്ലോക്കായിട്ട് നിന്ന സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യത്തിലേക്ക് പോകാനുള്ള മാർഗം ഓപ്പണിംഗ് ആകുന്നുണ്ട്. കോൺഫ്ലിക്റ്റ്, മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിടത്തു നിന്നെല്ലാം സമാധാനപരമായിട്ട് തീരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വരുന്നത്. റൈറ്റ് ടൈമിംഗ് ആണ്. അതായത് ജീവിത വിജയത്തിനും കരിയർ വിജയത്തിനും എല്ലാം നിങ്ങൾക്ക് നല്ല സമയമാണ് ഇന്നു മുതൽ അങ്ങോട്ടേക്കെന്നാണ് കാണുന്നത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയ ചില ഗുഡ് ന്യൂസുകൾ വരും, സാമ്പത്തിക ഭദ്രത വരും, വിവാഹ യോഗത്തിൻ്റെ എനർജി കാണുന്നുണ്ട്. കരിയർ എനർജിയിൽ നല്ലൊരു പൊസിഷനിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആകുന്നു. നിങ്ങളുടെ ജീവിതം ഒരു ഫുൾഫില്ലിങ് എനർജിയിലേക്ക് പോകുന്നു. സാറ്റിസ്ഫൈഡ് ആകുന്നു. ഉറക്കമൊക്കെ കെടുത്തിയ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറ്റി അവസാനിപ്പിച്ച് പുതിയൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കേട്ടോ. പുതിയ ഫ്രണ്ട്ഷിപ്പ് എനർജികൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചില പുതിയ പുതിയ വ്യക്തി ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ഫ്രണ്ട്ഷിപ്പ് എനർജികളിലൂടെ നിങ്ങൾക്ക് ഇന്ന് ചില ഓപ്പർച്യൂണിറ്റീസുകൾ, സൗഹൃദത്തിൻ്റെ
ഫലമായിട്ട് നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ചേഞ്ചിങ്ങും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ദ വേൾഡ് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് മാറി നിന്ന പല സിറ്റുവേഷൻസുകളും നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു ഇമോഷണൽ ബാലൻസും മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണാനും ഒക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിജയിപ്പിക്കുന്ന സിറ്റുവേഷൻസാണ്. ഡെത്ത് എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ചില സ്വപ്നങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടതായ ചില ആഗ്രഹങ്ങളെയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും. ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. പുതിയൊരു സിറ്റുവേഷൻ, പുതിയൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഇതല്ല നല്ലത്, മറ്റൊന്നാണ് എനിക്ക് നല്ലതെന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. അതുപോലെ പേരൻസിൻ്റെയൊക്കെ നല്ലൊരു സപ്പോർട്ടും ഗൈഡൻസുമൊക്കെ ജീവിതത്തിലെ പല ബ്ലോക്കേജുകളെ മാറ്റിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജിയിലേക്കൂടി നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ ഗ്രോത്താണ് കേട്ടോ. ഫ്യൂച്ചർ പ്ലാനിങ്, കുറേ ആളുകൾ ഫ്യൂച്ചർ പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ എന്തായിരിക്കണം, എങ്ങനെ പോകണം, ഏത് സിറ്റുവേഷൻസിലൂടെ ജീവിക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്ന് കാണുന്നുണ്ട്. നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസിൽ ട്രസ്റ്റാണ് കേട്ടോ. നമുക്കിവിടെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ബ്ലോക്കായി പോയ, നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പാസ്റ്റിൽ ചില കാര്യങ്ങൾ, അത് കരിയർ ബേസ് ആയിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജി ടാറോ നമുക്ക് നൽകിയതിനെ കണക്റ്റ് ചെയ്ത് തന്നെയാണ് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ട്രസ്റ്റ് എന്നാണ്, വിശ്വസിക്കുക എന്നാണ്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചിലത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പം അതിന് നിങ്ങൾക്ക് വിശ്വാസം, ഇതെനിക്ക് കിട്ടിയതാണോ, ഇത് സത്യമാണോ എന്നുള്ള ആ ഒരു തോന്നലിൽ നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് ട്രസ്റ്റ്, വിശ്വസിക്കൂ എന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി എന്ന് നമുക്ക് ഏഞ്ചൽസ് തന്നിട്ടുണ്ട്. പുതിയ ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ, പുതിയ കാര്യങ്ങൾ പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും മറ്റെന്ത് സാഹചര്യം ആയിക്കോട്ടെ, പുതിയ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളോട് കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലിയർലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ക്ലിയറായിട്ട് കാര്യങ്ങളെ കാണണം, പറയണം എന്ന് തന്നെയാണ് കാണുന്നത്. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കാണുന്നത് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ, ഒന്നിലധികം പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. നെഗറ്റീവ് തോട്ട്സാണ്, അതായത് നിങ്ങൾക്ക് എത്ര കൊണ്ടും പുറത്ത് കടക്കാൻ പറ്റാത്ത വിധമുള്ള ഓവർ തിങ്കിങ്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് നിങ്ങളെപ്പോഴും ഒരു ഇരയാക്കപ്പെടുന്നു, മറ്റുള്ളവർ നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു പെയിൻ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ. അതുപോലെ നിങ്ങൾക്കൊരു ബാലൻസിൽ എപ്പോഴും കൺഫ്യൂഷൻ എനർജിയാണ്, അതായത് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പാസ്റ്റിലെ ചില ട്രോമയാണ് നിങ്ങൾക്ക് അതിനുള്ള കാരണം. പല വ്യക്തികളുടെ കമ്മ്യൂണിക്കേഷൻ, പല വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന പല പ്രശ്നങ്ങൾ, ഇതെല്ലാം കാരണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വരുന്ന ഏതാനും അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ശക്തമാകുന്ന ചേഞ്ചിങ് വരുന്നു, നിങ്ങളിൽ മാറ്റം സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് കാണുന്നത്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മറ്റുള്ളവരോട് നിങ്ങൾക്കൊരു സഹായം ചോദിക്കാം. പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു ഓപ്പർച്യൂണിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു അവസരം വേണം, എനിക്കിനി ഇങ്ങനെ നിന്നാൽ പോരാ, എനിക്കൊരു മാറ്റം വേണം, ഒരു അവസരം വേണം, എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി കൊണ്ടുവരണമെന്ന് മനസ്സുകൊണ്ട് ആഴത്തിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ നല്ല എക്സ്പീരിയൻസ്ഡ് ആവുന്നത്, നിങ്ങൾക്ക് എന്താണോ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, അതിനെ ബേസ് ചെയ്തുള്ള വ്യക്തികളുമായിട്ടൊരു സഹായം ചോദിക്കുക എന്നുകൂടി നമുക്ക് ഏഞ്ചൽസ് തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിക്കോ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാം. കാരണം ഡിവൈൻ്റെ സപ്പോർട്ടുണ്ട്. നിങ്ങൾ ആരെ ആശ്രയിച്ചാലും പോസിറ്റീവ് ആകുന്നൊരു റിസൾട്ടാണ് ഡിവൈൻ്റെ പ്രസൻസിലൂടെ അവിടെ നിന്ന് ലഭിക്കുക എന്നുകൂടി നിങ്ങൾക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് തന്നിട്ടുണ്ട്.